കോഴ്സ് എടുത്തപ്പോഴുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു. എന്താ ഓൺലൈൻ ക്ലാസ് എടുക്കണ്ടായിരുന്നു, സ്ട്രെസ് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹെക്ടിക്കാണ്. ഞാനിങ്ങനെ ആലോചിച്ച് ഇനി കോഴ്സ് മാറിയാലോ എന്നൊക്കെ. ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചു, എന്ത് ചെയ്യും, ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. നാട്ടിൽ തൃശ്ശൂർ UAE സെറ്റിൽഡാണ്. കോളേജ് ഫസ്റ്റ് ഇയറിലാണ് ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ചെറിയ ചെറിയ റീൽസൊക്കെ എഡിറ്റ് ചെയ്ത് കണ്ടിട്ട് അങ്ങനെ ഒരു ഓഫർ വന്നതാണ്, മാർക്കറ്റിംഗ് ഇൻറ്റേണായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ വെക്കേഷനിൽ. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചെറിയ ഇൻട്രസ്റ്റുകളും ഒക്കെ വന്നു തുടങ്ങി. ഞാനിങ്ങനെ ആലോചിച്ച് ഇനി കോഴ്സ് മാറിയാലോ എന്നൊക്കെ. പക്ഷെ നടന്നില്ല. ആ ടൈമിൽ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല, കോഴ്സ് മാറണം എന്നൊന്നും പിന്നെ എനിക്ക് പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ കോഴ്സിലേക്ക് മാറാമെന്ന് കരുതി. അങ്ങനെ നോക്കിയപ്പോൾ റിസ്വാൻ്റെ ഒരു ആഡ് കണ്ടത്, ഹാരിസൺ കോ അക്കാഡമിയിലത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റും, വീട്ടിലിരുന്ന് പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് ഇവിടുന്ന് പോയി പഠിക്കാനുള്ള സിറ്റുവേഷൻ പറ്റില്ല, കാരണം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി പഠിക്കുന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഓൺലൈനിൽ ക്ലാസ് എടുത്തു. വെക്കേഷനിലായിരുന്നു ഞാൻ എടുത്തത്. ഒരു 4 to 5 months ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. വിചാരിച്ചു അന്ന് പഠിക്കാം. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ഇങ്ങനൊരു കോഴ്സ് എടുക്കാൻ വേണ്ടി കുറച്ച് സേവിങ്സ് വെച്ചു. ആ സേവിങ്സ് വെച്ച് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര അത് എനിക്ക് തന്നെ ഒരു പ്രൗഡായിരുന്നു കേട്ടോ. ആ ഒരു സംഭവം ഞാൻ തന്നെ എൻ്റെ പഠിപ്പിന് വേണ്ടി ഞാൻ തന്നെ സേവ് ചെയ്ത മണിയിൽ നിന്ന് ഞാൻ പഠിക്കുന്നു, എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, പ്രൗഡ്, ലൈക്ക് എനിക്ക് എന്തൊക്കെ ആവാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. അങ്ങനെ ഒരു 1-2 months ആയപ്പോൾ തന്നെ എനിക്കൊരു ഫസ്റ്റ് ക്ലയൻറ്റ് ക്ലോസ് ആയപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം ആ ടൈമിൽ എന്നെ പഠിപ്പിച്ച സാറാണെങ്കിൽ കൂടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, പ്രൗഡാണ് ഇങ്ങനെ എൻ്റെ സ്റ്റുഡൻറ്റ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലയൻറ്റിനെ കിട്ടിയതും. ഞാൻ ലിങ്ക്ഡിനിൽ കുറേ ആക്റ്റീവായിരുന്നു. അങ്ങനെ ലിങ്ക്ഡിനിലെ പോസ്റ്റൊക്കെ കണ്ട് എന്നെ പഠിപ്പിക്കുന്ന, എൻ്റെ ഫൈനാൻസ് പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സൊക്കെ വന്ന് എൻ്റെ അടുത്ത് നല്ല ഗ്രോത്ത് കാണുന്നുണ്ട്, എങ്ങനെയാണെങ്കിലും നീ നന്നായി സക്സസ് ആവും, അങ്ങനെയൊക്കെ എന്നെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പോഴും ഒരു കുറവില്ലാണ്ട് അവരെന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. എനിക്ക് കോഴ്സ് എടുത്തപ്പോഴുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് എടുക്കണ്ടായിരുന്നു. പക്ഷേ പഠിച്ചു വന്നപ്പോൾ ഹാരിസൺ കോയിൽ ഓൺലൈൻ ക്ലാസ് ഒരു സാധാരണയുള്ള ഒരു ഓൺലൈൻ ക്ലാസ് പോലെ ലൈക്ക് നമുക്ക് കുറേ ഇൻട്രാക്റ്റീവായിട്ട്, ലൈക്ക് ഒരുപാട് ഇൻട്രാക്റ്റീവ് സെഷൻസ്, അങ്ങനെ ഒരുപാട് ഗസ്റ്റ് ലെക്ചേഴ്സ്, അങ്ങനെ ഒരുപാട് വെച്ച് ഓൺലൈൻ ക്ലാസ് ആയിട്ട് തോന്നിപ്പിക്കാത്തൊരു രീതിയിൽ കൊണ്ടുപോയിട്ടാണ് ഹാരിസൺ കോയിലത്തെ ക്ലാസ്സസ്. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്ന കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കി ഹാരിസൺ കോയിലെ ക്ലാസ്സസ്. ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഈ കോഴ്സ്, എൻ്റെ ഈ ഫൈനാൻസ് യൂണിവേഴ്സിറ്റി കോഴ്സ് കഴിഞ്ഞാലും ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചു, എന്ത് ചെയ്യും, ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ലൈക്ക് ഫൈനാൻസിൽ എങ്ങനെ മൂവ് ചെയ്യണം, അക്കൗണ്ടൻ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ ഉണ്ടെങ്കിൽ കൂടിയും പക്ഷേ ഞാൻ ഹാപ്പിയാണോ അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും, എനിക്ക് ഈ മാർക്കറ്റിങ്ങിൽ തന്നെ ഒരു നല്ല കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ എനിക്കൊരു തോന്നലായി. എന്തായാലും ആഗ്രഹിച്ചെടുത്ത കോഴ്സായതുകൊണ്ട് എന്ത് ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നാലും ഞാനത് എൻജോയ് ചെയ്തിട്ടായിരിക്കും അത് സക്സസ് ആക്കുക. ലൈക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അതെനിക്കൊരു ബുദ്ധിമുട്ട് പോലെയല്ല. എന്ത് കാര്യങ്ങളും ഇഷ്ടമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ബാഡായിട്ടൊന്നും ഫീൽ ആവില്ല, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹെക്ടിക്കാണ് എന്നൊന്നും തോന്നില്ല. അങ്ങനെ ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു ഫീൽഡ് മുന്നോട്ട് പോകാനുണ്ട്. ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. താങ്ക് യു സർ. ബൈ.